എല്ലാവർക്കും നമസ്കാരം. വിവാഹത്തിന് ശേഷം കുട്ടികളൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യൂറോപ്പിലും അല്ലെങ്കിൽ പല വികസിത രാജ്യങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു തെറ്റായ ശൈലി ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് എന്നൊക്കെ വലിയൊരു തെറ്റ് പോലെ അല്ലെങ്കിൽ മോശം കാര്യം പോലെയൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഇതിൽ വാസ്തവത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് യുക്തിപൂർവ്വം നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. യൂറോപ്പിൽ മാത്രമല്ല, ഇപ്പോൾ കാനഡയിലൊക്കെയാണ്, കനേഡിയൻസ് ഒക്കെയാണ് ഏറ്റവും അധികം ഇങ്ങനെ ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. അവർ ഇപ്പോൾ ആണും പെണ്ണും ഒരുമിച്ച് ജീവിച്ചാലും അവർക്കൊരു കുട്ടി ഉണ്ടാകണമെന്ന് അവർ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് ആദ്യം സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത അവരുണ്ടാക്കും. സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഭാവിയിൽ ഈ കുട്ടി കഷ്ടപ്പെടും എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ ഈ പരിപാടിക്ക് നിൽക്കില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഇവിടെ പണ്ട് മുതലേ, പ്രത്യേകിച്ച് പഴയ കാലത്തായിരുന്നു അത് കൂടുതൽ, ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിലും പണ്ട് ഇങ്ങനെ പറയുന്നത് എന്താണ്, ഇവൻ വലുതായിട്ട് അല്ലെങ്കിൽ ഇവള് വലുതായിട്ട് അപ്പൻ്റെ അമ്മയുടെയും കഷ്ടപ്പാടെല്ലാം മാറ്റും എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ വളർത്തുന്നത്. മുംബൈ എന്ന് പറയുന്ന നഗരത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം, സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള ഏറ്റവും വലിയ അന്തരം മനസ്സിലാക്കണമെങ്കിൽ ഈ മുംബൈ നഗരത്തിൽ ഒന്ന് പോയാലും മതി. മുംബൈ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു നഗരമാണ്. കേരളത്തിലെ അതേ പോപ്പുലേഷനാണ് അവിടുത്തെ മൊത്തം മുംബൈ സിറ്റിയുടെ മെട്രോപൊളിറ്റൻ ഏരിയ എടുക്കുകയാണെങ്കിൽ. അത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. ലോകത്ത് തന്നെ ഏറ്റവും അധികം പണക്കാരുള്ള സ്ഥലവും മുംബൈയാണ്. അതുകൊണ്ട് തന്നെ മുംബൈയിലെ ഏത് ഭാഗത്തോടെ നമ്മൾ പോയാലും റോഡിൽ ഒരുപാട് ആഡംബര വാഹനങ്ങൾ കാണാം. ഒരു റോൾസ് റോയ്സ് എങ്കിലും നിങ്ങൾ കണ്ടിരിക്കുമെന്നുള്ളതാണ് ഒന്ന് പുറത്തിറങ്ങിയാൽ. എന്നാൽ ഈ റോൾസ് റോയ്സുകളൊക്കെ പോകുന്നതിൻ്റെ അപ്പുറത്ത് തന്നെ മിക്ക റോഡിൻ്റെയും സൈഡുകളിലൊക്കെ ആയിട്ട് എണ്ണമില്ലാത്ത കുട്ടികൾ ഇങ്ങനെ നിരനിരയായിട്ട് ഇരിക്കുന്നുണ്ടാകും. 5-6 കുട്ടികളൊക്കെ ആയിട്ട് കുറേ അമ്മമാർ അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഒക്കെ ഇരിക്കുന്നു. അവർക്ക് തന്നെ നാളെ എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല. പട്ടിണിയായിരിക്കും, യാചിച്ചിട്ടും അല്ലെങ്കിൽ സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങളും ഒക്കെ കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. കുടിലുകൾ കെട്ടിയും വഴിയോരത്ത് കിടന്നുറങ്ങിയും ഒക്കെയാണ് ജീവിക്കുന്നത്. ഇത്രയും കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ഇവർ ഈ ദുരിതത്തിലേക്ക് ഇങ്ങനെ 8-10 കുട്ടികളെ അവർ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അവർ ആ കുട്ടികളോട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഏറ്റവും വലിയ തെറ്റാണ്. അവർ തന്നെയും ജീവിക്കുന്നത് ഇങ്ങനെയാണ്. ആ ദുരിതത്തിലേക്കാണ് അവർ ഈ കുട്ടികളെയും കൂടെ ക്ഷണിക്കുന്നത്. മുംബൈയുടെ കാര്യം ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഇതാണ് ഇന്ന് ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിലെ ഒട്ടുമിക്ക ദരിദ്രമായ സ്ഥലങ്ങളിലും നടക്കുന്നത്. ഇന്ന് പോപ്പുലേഷൻ ഏറ്റവും അധികം വർദ്ധിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആഫ്രിക്കയിലാണ്. ഇത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും മോശമായ സ്റ്റേറ്റുകൾ നടക്കുന്നുണ്ട്. ബീഹാർ ഒരു ഉദാഹരണമാണ്. സൗത്ത് ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റുകളും ഭേദമാണ്. പണ്ടേ തന്നെ നമ്മൾ ഗവൺമെന്റ് പറയുന്നത് അനുസരിച്ച് കുടുംബാസൂത്രണം എന്നൊക്കെ പറഞ്ഞിട്ട് നാം 2 നമുക്കൊന്ന് അല്ലെങ്കിൽ നാം 1 നമുക്കൊന്ന് എന്നൊക്കെയുള്ള രീതിയിൽ ഓരോ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു. ഏറ്റവും നല്ലൊരു കാര്യമായിരുന്നു അത്. ഇങ്ങനെ ജനസംഖ്യ കുറച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റുകൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ കിട്ടുമെന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. അതൊക്കെ കിട്ടി. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളൊക്കെ വരുന്നത്. അതായത് യു പിയിൽ ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ളപ്പോൾ, അതുപോലെ യു പിയിലും ബീഹാറിലും ഒക്കെയാണ് ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകൾ ഉള്ളത്. അവിടെയൊക്കെ ഏത് പാർട്ടി പിടിക്കുന്നോ അവർ ഇന്ത്യ മുഴുവൻ ഭരിക്കുമെന്നുള്ളൊരു അവസ്ഥ ഇതിൻ്റെ ബാക്കിയായിട്ട് വന്നു. അത് വേറൊരു കാര്യമാണ്. എന്താണെങ്കിലും ഇപ്പൊ കേരളത്തിലേക്ക് തന്നെ മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമ്മൾ സൂം ഇൻ ചെയ്ത് വരികയാണെങ്കിൽ പണ്ട് കേരളത്തിലും ഇതേ അവസ്ഥയായിരുന്നു. എല്ലാ വീട്ടിലും തന്നെ 8-10 മക്കൾ ഉണ്ടായിരിക്കും. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തേതുപോലെയുള്ള വാക്സിനുകളോ ചികിത്സകളോ ഒന്നുമില്ല, പോഷകാഹാരങ്ങളോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളോ ഒന്നുമില്ല. 10 പിള്ളേരുണ്ടായാൽ അതിൽ 5 പേരും ചെറുപ്പത്തിലെ തന്നെ മരിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. നിങ്ങളുടെ തന്നെ ഇത്തിരി പ്രായമുള്ള പേരൻസിനോട് ചോദിച്ചാൽ ഇത് വളരെ നിസ്സാരമായിട്ട് അവർ പറഞ്ഞു തരും. എല്ലാ കുട്ടികളും തന്നെ മൂക്കൊലിപ്പിച്ചുകൊണ്ട് നടന്നിരുന്ന, പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമായിരുന്നു അന്ന്. അപ്പൊ ഇതുകൊണ്ടാണ് ഇന്ന് ഭൂമിയിലെ 800 കോടി മനുഷ്യരുള്ളതിൽ 145 കോടി ജനങ്ങളും ഈ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ 7ാമത്തെ രാജ്യത്തിൽ മാത്രം ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് ശേഷമുള്ള ചൈനയ്ക്ക് പോലും ഇന്ത്യയുടെ ഒരു 3 ഇരട്ടി വലുപ്പമുണ്ട്. അവിടെ ആളുകളെല്ലാം ജീവിക്കുന്നത് ഈസ്റ്റേൺ ചൈനയിലായിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇന്ത്യയുടെ ഭൂപ്രദേശം ഒന്ന് എടുത്തു നോക്കിയാൽ ഇന്ത്യ, അതുപോലെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഈ പറയുന്ന സ്ഥലങ്ങൾക്ക് ചുറ്റും നമ്മളൊരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ലോകത്തുള്ള ഭൂരിഭാഗം ജനങ്ങളും ഇവിടെയാണ്. ഇന്ത്യയിലാണ് ഇന്ന് ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ളത്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളും ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു ഏരിയയിലാണ് ലോകത്തുള്ള മനുഷ്യരിൽ ഒരു ഭൂരിഭാഗവും ജീവിക്കുന്നത്. ചിലർക്ക് തോന്നിയേക്കാം എന്താണ് ഈ പറഞ്ഞു വരുന്നത്, വിവാഹം കഴിക്കുന്നവർ കുട്ടികൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് പല കാര്യങ്ങളുമുണ്ട്, അത് നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ കുറച്ച് വിശാലമായിട്ട് നമ്മൾ അല്പസമയം ചിന്തിച്ചതിന് ശേഷം ഈ കാര്യങ്ങളിലേക്ക് വരുന്നതാണ്. കാരണം ഇനിയുള്ള കാലത്ത് നമ്മളൊരു വിശ്വ പൗരനായിട്ട് വേണം ചിന്തിക്കാൻ. അല്ലാതെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വാർഡിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരനും നമുക്ക് ചുറ്റുമുള്ള 10-100 പേരെ കാണിക്കാനും വേണ്ടിയായിട്ട് ജീവിക്കരുത്.
ചരിത്രവും ശാസ്ത്രവും ഒക്കെ അറിയാവുന്ന രീതിയിലായിരിക്കണം. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ പല തീരുമാനങ്ങളും എടുക്കാൻ. ഇന്ന് ഭൂമിയിൽ 800 കോടി മനുഷ്യരുണ്ട് എന്ന് പറയുമ്പോൾ എന്നാണ് ഭൂമിയിൽ 100 കോടി മനുഷ്യർ തികഞ്ഞത്? 1804 മാത്രമാണ്. 1927 ആയപ്പോഴാണ് മനുഷ്യരുടെ ജനസംഖ്യ 200 കോടിയാകുന്നത്. മുമ്പ് 100 കോടി 200 കോടി ആകാൻ 123 വർഷങ്ങൾ എടുത്തുവെങ്കിൽ ഈ 200 കോടി 300 കോടി ആകുവാൻ വേണ്ടിയിട്ട് പിന്നീട് വെറും 33 വർഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. 1960 മനുഷ്യരുടെ ജനസംഖ്യ 300 കോടിയായി. ഇതിനിടയിലാണ് 1-2 ലോകമഹായുദ്ധങ്ങളൊക്കെ നടക്കുന്നതും അതുകൊണ്ട് ഒരുപാട് മനുഷ്യർ മരിച്ചു പോകുന്നുണ്ട്, വലിയ ദുരിതത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ നടന്ന പല യുദ്ധത്തിന് വേണ്ടി നടത്തിയ പല ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഒക്കെ, അല്ലെങ്കിൽ മെഡിസിനിലാണെങ്കിലും കൃഷിയിലാണെങ്കിലും ടെക്നോളജിയിലാണെങ്കിലും ഒക്കെ വരികയും അതൊക്കെ കൊണ്ട് തന്നെയാണ് 33 വർഷം ഗ്യാപ്പ് കൊണ്ട് 200 കോടിയിൽ നിന്ന് 300 കോടിയായി മനുഷ്യരുടെ ജനസംഖ്യ. പിന്നെ വെറും 14 വർഷമേ വേണ്ടി വന്നുള്ളൂ ഇത് 400 കോടി ആകാനായിട്ട്. 1974 മനുഷ്യ ജനസംഖ്യ 400 കോടിയാകുന്നത്. പിന്നീടെല്ലാം നമ്മൾ കാണുന്നത് ഒരു 10 വർഷം 12 വർഷം വെച്ചിട്ട് 100 കോടി വെച്ച് ഇതിങ്ങനെ കൂടുകയാണ്. 1987, 1999, 2011, 2023 ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 500 കോടി, 600 കോടി, 700 കോടി, 800 കോടി ആയിരിക്കുന്നു. ഇനി മനുഷ്യരുടെ മുഴുവൻ ചരിത്രം എടുക്കുക. പൊതുപൂർവികരിൽ നിന്ന് നമ്മൾ പല ശാഖകൾ എന്നതുപോലെ പരിണാമം സംഭവിച്ചു വന്നു. അതിൻ്റെ ബാക്കിയായിട്ട് കുരങ്ങുകൾ ഇന്നുണ്ട്, അതുപോലെ ചിമ്പാൻസികളുണ്ട്, ഗോറില്ലകളുണ്ട്, മനുഷ്യനുമുണ്ട്. അപ്പോൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ പരിണമിച്ച് വന്നിട്ട് പോലും ഇന്ന് വരെ എത്ര നാളായി എന്ന് ചോദിച്ചാൽ 2 ലക്ഷം വർഷങ്ങളാണ്. നമ്മൾ ഈ കണക്കിലൂടെ പറഞ്ഞത് എന്താണ്? 2 ലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് മനുഷ്യരുടെ എണ്ണം 100 കോടി തികഞ്ഞത്. എന്നാൽ അതേ 100 കോടി 800 കോടി ആകാനായിട്ട് വേണ്ടി വന്ന സമയം എത്രയാണ്? ലക്ഷം വർഷങ്ങളല്ല, വെറും 200 വർഷങ്ങളെ എടുത്തുള്ളൂ. ഇതുപോലെയാണ് മനുഷ്യരുടെ ജനസംഖ്യ വർദ്ധിച്ചത്. ഈ ഒരു പ്രതിഭാസം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും ജനങ്ങളൊന്നും ലോകത്തൊരിക്കലും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന് വരെ ഭൂമിയിൽ ആകെ ജീവിച്ച മനുഷ്യരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഇപ്പം ജീവിക്കുന്ന മനുഷ്യർ അതിൻ്റെ ഒരു 10% വരും. അത്രയും പോപ്പുലേഷൻ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് തന്നെയാണ്. ഒരിക്കലും നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഫ്രിറ്റ്സ് ഹേബർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന 400 കോടി മനുഷ്യരും ജനിക്കാൻ കാരണം. അതായത് ഈ ഹേബർ പ്രോസസ്സിലൂടെ അമോണിയ പോലെ അങ്ങനെയുള്ള ഓരോ വളങ്ങൾ, അല്ലെങ്കിൽ നമ്മളിന്ന് യൂറിയ നിസ്സാരം പറയുന്നു, അതൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇതുപോലെ കാർഷിക മേഖലയിൽ ഭക്ഷണം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. സങ്കര ഇനം വിത്തുകളും അല്ലെങ്കിൽ രാസവളങ്ങൾ, ഇതൊക്കെ നമ്മൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഭക്ഷണം ലഭ്യമാകാൻ തുടങ്ങിയതോടെയാണ് ഈ ജനസംഖ്യ മുഴുവൻ വർദ്ധിച്ചത്. ഇപ്പോൾ ഇന്ത്യയിൽ അത് വരുന്നത് ഹരിത വിപ്ലവങ്ങൾ എന്നുള്ള പേരിലാണ്. ക്ഷീര വിപ്ലവം, ഹരിത വിപ്ലവം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ എത്തിയതിനു മുമ്പേ തന്നെ യൂറോപ്പിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും എത്തുകയും ഇന്ത്യക്ക് ശേഷം എത്തിയ രാജ്യങ്ങളുണ്ട്. അങ്ങനെ ഭക്ഷണം ലഭ്യമാകുന്നു, ചികിത്സകൾ, വാക്സിൻ. പണ്ട് ബാലാരിഷ്ടതകൾ കൊണ്ട് തന്നെ എത്രയോ കുട്ടികളാണ്, പഴയ കാലം ഒന്ന് ചിന്തിച്ചു നോക്കുക, മരിച്ചു പോകുന്നത്. ഇന്നെങ്ങനെയാണ്? ആ നിരക്കൊക്കെ വളരെ കുറവാണ്. മനുഷ്യരുടെ ആയുർദൈർഘ്യം കൂടുന്നു, ജീവിച്ചിരിക്കുന്ന സമയം വർദ്ധിക്കുന്നു. പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ പോലും 10-40 വർഷമാണ് അവരുടെ ആവറേജ് ആയുസ് എന്ന് പറയുന്നത്. രാജാക്കന്മാരുടെ പോലും എല്ലാ ചികിത്സകളും കിട്ടുവാൻ സൗകര്യം ഉണ്ടായിരുന്നവരുടെ പോലും അവസ്ഥ ഇതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഓരോ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ട് ആളുകൾ അവരുടെ ആയുസ് നീട്ടുക തന്നെയാണ്. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇപ്പം എല്ലാവർക്കും അസുഖമാണ്, പണ്ടൊക്കെ ആരോഗ്യമുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ. ഈയിടെ ഒരു പ്രശസ്ത സിനിമാ താരം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും, ഈ പുതിയ തലമുറയെ കളിയാക്കിക്കൊണ്ട്. അതായത് ഞങ്ങളുടെ തലമുറ അല്ലെങ്കിൽ പഴയ തലമുറ ഉണ്ടാക്കി വെച്ച കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് റീൽസ് ചെയ്യാനും സ്റ്റാറ്റസ് ഇടാനും ഒക്കെ മാത്രം അറിയാവുന്ന ഒരു തലമുറയല്ലേ പുതിയ തലമുറ, അല്ലെങ്കിൽ ഈ ജെൻസി എന്നൊക്കെ പറയുന്നത് എന്നുള്ള ഒരു അഭിപ്രായം. അതിൽ തെറ്റും ശരിയും ഉണ്ടാകാം. പക്ഷെ നമ്മൾ അതല്ല ചർച്ചയ്ക്ക് എടുക്കുന്നത്. അവിടെ ഒരു ഡിവിഷൻ നടന്നു, പഴയ തലമുറ പുതിയ തലമുറ എന്നുള്ളത്. എന്നാൽ ആ ഒരു ഡിവിഷൻ യഥാർത്ഥത്തിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ യൂറോപ്യൻസ് നോക്കുമ്പോൾ എന്തായിരിക്കും? എല്ലാ ഒട്ടുമിക്ക കണ്ടുപിടുത്തങ്ങളും ഒക്കെ കണ്ടുപിടിച്ചതും കൊണ്ടുവന്നതും ഒക്കെ അവരാണ്. യൂറോപ്പിലും അല്ലെങ്കിൽ അമേരിക്കയിലും ഒക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ലോകം മാറ്റിമറിച്ചത്. അപ്പോൾ അവർ ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളെയൊക്കെ നോക്കിയിട്ട് അവരെന്തായിരിക്കണം ചിന്തിക്കേണ്ടത്? ഈ പറയുന്ന 2ാം ലോക മഹായുദ്ധ സമയത്തൊക്കെ പ്രത്യേകിച്ചും യൂറോപ്പിലൊക്കെയുള്ള അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒരുപാട് സയന്റിസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ച ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ 20-ാം നൂറ്റാണ്ട് മാത്രമല്ല, ഇപ്പോൾ 19-ാം നൂറ്റാണ്ടും 18-ാം നൂറ്റാണ്ടും ഒക്കെ എടുക്കുകയാണെങ്കിൽ പോലും ഇന്ന് ലോകം മാറ്റിമറിച്ചത് മുഴുവൻ യൂറോപ്പിലെ കുറേ സയന്റിസ്റ്റുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകരും ഒക്കെയാണ്.
സാമ്പത്തികപരമായ ആശയങ്ങൾ പോലും എല്ലാം യൂറോപ്പിൽ നിന്നാണ്. നമ്മുടേതെന്ന് നമ്മൾ പൊതുവെ കരുതുന്ന ഈ സോഷ്യലിസം പോലും യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വരുന്നത്? ഒക്കെ പോട്ടെ, നിലവിലത്തെ അവസ്ഥ ചിന്തിക്കുക. ഇന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്ങി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും മൊബൈൽ ഫോണിലാണ് എന്ന് പറയാം. ഫേസ്ബുക്ക് നമ്മുടെ അല്ല, വാട്സപ്പ് നമ്മുടെ അല്ല, യൂട്യൂബ് നമ്മുടെ അല്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകൾ മിക്കതും ചൈനീസ് നിർമ്മിതമാണ്. ഈ ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ കാണിച്ചു തന്ന കാര്യങ്ങൾ കോപ്പി അടിക്കാനുള്ള കഴിവെങ്കിലും അവർക്കുണ്ടായി. അങ്ങനെ ഇപ്പോൾ അവര് മറ്റവരെക്കാളും ടോപ്പിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? നമ്മളെന്ന് പറയുന്ന ഈ ഒരുപാട് എണ്ണത്തിലുള്ള ഈ ജനവിഭാഗം മുഴുവൻ, ഇപ്പോൾ ആ സിനിമാ നടൻ പഴയ തലമുറ കണ്ടുപിടിച്ചത് ഉപയോഗിക്കാൻ കുറെ ജന്മങ്ങൾ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പണ്ട് യൂറോപ്യൻസും. ഇത് പറയുമ്പോൾ യൂറോപ്പിലുള്ള എല്ലാവരും അല്ലെങ്കിൽ അമേരിക്കക്കാരെല്ലാം അടിപൊളിയാണെന്നല്ല, അവരിലും ഒക്കെ ഒരു വളരെ ചെറിയ ന്യൂനപക്ഷമാണ് ഈ സംഭാവനകളൊക്കെ കൊണ്ടുവരുന്നത്. ഇന്ന് 800 കോടി മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കാൽക്കുലേഷൻസും ഫാക്ടുകളും ഒക്കെ അനുസരിച്ച് അതിൽ 400 കോടി മനുഷ്യരും ജനിക്കാൻ കാരണം ഫ്രിഡ്സ് സേബർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം വ്യക്തിപരമായിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ് പറയുക. യുദ്ധത്തിൽ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഓരോ കണ്ടുപിടുത്തങ്ങളും നടത്താനായിട്ട് ശ്രമിച്ചത്. പക്ഷേ അയാളുടെ പേര് എത്ര പേർക്കറിയാം? യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? പോപ്പുലേഷൻ വളരെ അധികമായിട്ട് വർദ്ധിച്ചു. പക്ഷേ ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടായെങ്കിലും അവർക്കൊന്നും ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ഫാക്റ്റുകൾ മനസ്സിലാക്കുന്നതിലുള്ള കഴിവുകളോ സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് അവർക്ക് കിട്ടിയത് എന്താണ്? അവരുടെ പഴയ തലമുറയിലെ മണ്ടത്തരങ്ങൾ, അതായത് ഈ മതവിശ്വാസങ്ങളും ദൈവവിശ്വാസങ്ങളും ഇങ്ങനെയുള്ള ഓരോ മണ്ടത്തരങ്ങളിലാണ് അവരിപ്പോൾ നടക്കുന്നത്. ഈയിടെ ഒരാൾ എന്നോട് ചോദിച്ചതാണ്, ജീവൻ എന്ന് പറയുന്നത് പൂർണ്ണമായി മനസ്സിലാക്കാൻ സയൻസിന് സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, ഞാനൊരു സയന്റിസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ അവിടെ ഉത്തരം മുട്ടിയില്ലേ? എന്നാ വിശ്വസിച്ചോളൂ. എന്തിലാണ് വിശ്വസിക്കേണ്ടത്? മണ്ണ് കുഴച്ചാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഊതിക്കയറ്റി ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ആകാശഗംഗയിൽ ഇതാ എന്തോ ദേവൻ ഒഴുകുന്നു, ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങളിൽ എന്നാ വിശ്വസിച്ചോളൂ എന്നാണ് പറയുന്നത്. അതായത് ശാസ്ത്രീയമായിട്ട് ഫാക്റ്റുകൾ അനുസരിച്ച് നിങ്ങൾക്കൊരു ഉത്തരമില്ലെങ്കിൽ എന്നാൽ ഈ മണ്ടത്തരത്തിലേക്ക് വിശ്വസിച്ചോളൂ എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അത് പരമ്പരാഗതമായി നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പല വാല്യൂസുമായിട്ട് കരുതുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യൻ തലമുറകൾ കൊണ്ട് ആർജിച്ചതാണ്. അത് പല മതങ്ങളുമാണ് അതിൽ നിന്ന് സ്വാംശീകരിച്ചത്. മനുഷ്യരിലുള്ള നന്മകൾ മതങ്ങളാണ് അബ്സോർബ് ചെയ്തത്. മതത്തിൽ ഒരുപാട് മോശം കാര്യങ്ങളുമുണ്ട്, കുറച്ച് നന്മകളും ഇങ്ങനെ അത് സ്വാംശീകരിച്ചതാണ്. അല്ലാതെ ഈ മൂല്യങ്ങളും നന്മകളും ഒരിക്കലും മതങ്ങളിൽ നിന്ന് വന്നതല്ല. ഇവിടെയാണ് പലർക്കും വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത്. ഇനിയുള്ള മനുഷ്യർ കുട്ടികൾ വേണ്ട എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ മനുഷ്യർ ഇല്ലാതായി പോകില്ല എന്നൊക്കെ ചോദിച്ചാൽ, ഇത്രയും പെട്ടെന്ന് മനുഷ്യരുടെ ജനസംഖ്യ ഇതുപോലെ വർദ്ധിച്ചത് ഒരിക്കലും ആരോഗ്യകരമായ രീതിയിലല്ല. കുട്ടികൾ വേണ്ട എന്ന് കുറച്ച് പേര് തീരുമാനിച്ചാൽ അവരുടെ പേരൻസും ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്താകും എന്ന് ചോദിക്കുന്നതിൽ തന്നെ യുക്തിയില്ല. അങ്ങനെ ഒരാൾ ജനിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ ഒരു കഥയും ഉണ്ടാകുന്നില്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലെ തന്നെയായിരിക്കും ഭാവിയിലും മനുഷ്യർ ജീവിക്കുക എന്നൊന്നും കരുതരുത്. ഇവിടെ ഒരു കുട്ടി ജനിക്കുന്നു, കുറച്ച് നാളൊക്കെ നല്ലൊരു ജീവിതമായിരിക്കും ആ കുട്ടിക്ക്. പിന്നീട് വളരെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുകയാണ്. 60-80 വയസ്സ് വരെയൊക്കെ ഒരു ശരാശരി മനുഷ്യൻ ജീവിക്കുന്ന ഈ കാലത്ത് 15-20 വർഷം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് കളയുന്നത് തന്നെ ഏറ്റവും വലിയ പ്രാകൃതമായ കാര്യമാണ്. എന്നേ കാലഹരണപ്പെട്ട മാറ്റേണ്ട കാര്യങ്ങളാണ്. അതും ഇന്ന് എല്ലാ ദിവസവും ഉടുത്തൊരുങ്ങി സ്കൂളിൽ പോയി കോളേജിൽ പോയി പഠിച്ചിട്ട് വന്ന് മലമറിക്കേണ്ട ഒരു കാര്യവുമില്ല. പഠിപ്പിക്കേണ്ടത് പലതും അവിടെ പഠിപ്പിക്കുന്നില്ല, പഠിക്കേണ്ടാത്ത പലതും അവിടെ നിന്ന് പഠിക്കുന്നുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇലോൺ മസ്ക് തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ ഒരു ഡിഗ്രിയുടെയൊക്കെ കാലം എന്നേ കഴിഞ്ഞു, ഇന്നും മനുഷ്യർ ഇത് ഫോളോ ചെയ്യുകയാണോ എന്നുള്ളതൊക്കെ. അത് കഴിഞ്ഞ് യൗവനത്തിലെ നല്ലൊരു സമയവും നമ്മൾ ജോലി എന്ന് പറഞ്ഞിട്ട് ഇതിനിടയിൽ വിവാഹം, കുട്ടികളെ നോക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആകെ കൂടെ നമ്മൾ ബിസിയാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നീട് ജോലി, പിന്നീട് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴോ പിന്നെ പറയേണ്ട കാര്യമില്ല. ആരോഗ്യം നശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നീടുള്ള കാലഘട്ടം വലിയൊരു നല്ല കാലഘട്ടമാണെന്നൊന്നും പറയാനില്ല. വാർദ്ധക്യമാണ് ഏറ്റവും നല്ല സമയമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അതൊക്കെ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു തരത്തിൽ നമ്മളൊരു മെട്രിക്സിൽ തന്നെയാണ്. എന്തിനാണ് ജീവിക്കുന്നത്, ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്നൊന്നും ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. മറ്റുള്ളവർ എന്താണോ കാണിക്കുന്നത് അതേ രീതിയിലേക്ക് പോവുക. മറ്റുള്ളവർ ഇന്ന പ്രായത്തിൽ ഇന്നത് ചെയ്തു, ഇന്നത് പഠിച്ചു, ഇന്ന ജോലി മേടിച്ചു, ഇന്ന പ്രായത്തിൽ വിവാഹം കഴിച്ചു, കുട്ടികൾ ഉണ്ടാവണം, ഇല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് പോവുകയാണ്. അല്ലാതെ ഇതിനെതിരായിട്ടൊരു നിലപാടെടുത്ത് ആർജവത്തോടെ ജീവിക്കാനൊക്കെ എല്ലാവർക്കും സാധിച്ചു എന്നൊന്നും വരില്ല. പക്ഷേ ഇപ്പോൾ പുതിയ തലമുറയൊക്കെ ചിന്തിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഇനി ഭാവിയിൽ ഒരു 5 വർഷത്തിൽ കൂടുതൽ ഒരാളും ഒരു ജോലിയിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിൽ നിൽക്കില്ല എന്നാണ് പറയുന്നത്. ഒരു ജീവിതകാലം മുഴുവൻ ഡോക്ടറായിട്ട് നിൽക്കുക, എഞ്ചിനീയർ ആയിട്ട് നിൽക്കുക, ഇതൊക്കെ പഴയ ചിന്തകളാവുകയാണ്. അപ്പം അങ്ങനെ ഇനി ഉണ്ടാവുകയില്ല എന്നല്ല പറഞ്ഞത്. ഈ മാറ്റങ്ങൾ മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയ്ക്കും മറ്റുമൊക്കെ ഒരുപാട് മോശം വശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും
പണ്ടത്തെ ഒരാളൊരു 10-25 വർഷങ്ങൾ എടുത്ത് മനസ്സിലാക്കുന്ന എത്രയോ കാര്യങ്ങൾ ഇന്നൊരു 15 വയസ്സുള്ള കുട്ടിക്ക് നേരത്തെ തന്നെ അറിയാം. കാരണം അവർ ലോകം എങ്ങനെയാണ്, ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് എൻ്റെ രാജ്യം എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വളരുക. വരാൻ പോകുന്നത് അപ്രസക്തിയുടെ കാലമാണ്. പ്രസക്തിയില്ല എന്തിന് ഇത്രയും മനുഷ്യർ എന്നുള്ളതാണ്. ഈ AI എന്ന് പറയുന്നത് വളരെയധികം ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചൈനയിലെ എല്ലാ പോർട്ടുകളിലും ഏറ്റവും വലിയ പോർട്ടുകൾ അവിടെയാണ്. ആ പോർട്ടുകളിലൊന്നും മനുഷ്യരെ കാണാനില്ല, എല്ലാം റോബോട്ടിക്സ് ആണ്. വലിയ കണ്ടെയ്നറുകൾ പോലും കൊണ്ടുപോകുന്നത്. ഇത് വളരെ അതിവേഗം വരാൻ പോകുന്നൊരു മാറ്റമാണ്. ലോകത്ത് പലയിടത്തും ഇന്ന് ഭൂമിയിലുള്ള മനുഷ്യരുടെ നമ്മൾ കായികമായിട്ട് ചെയ്യുന്ന ജോലികളൊന്നും ഇപ്പോൾ പെട്ടെന്ന് പോവില്ല എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഈ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈ കമ്പ്യൂട്ടറുകൾ ലോകത്തെ മാറ്റിമറിക്കാൻ തന്നെ പോവുകയാണ്. ഇത്രയും മനുഷ്യരുടെ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഈ പറയുന്ന ഇത്രയും വലിയൊരു പോപ്പുലേഷൻ ഒരു ബാധ്യതയായിട്ട് തന്നെ മാറും. മനുഷ്യയുഗത്തിൽ ഒരു അന്ത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് വലിയ പ്രശ്നമുള്ള ഒരു അന്ത്യമൊന്നും ആയിരിക്കില്ല. അതായത് വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു ഒറ്റ ലിവിങ് സെല്ലിൽ നിന്നോ, അല്ലെങ്കിൽ ഇന്നത്തെ ബാക്ടീരിയ എങ്ങനെയാണ്, ഏകദേശം അതുപോലെയുള്ള ഒരു സംഭവത്തിൽ നിന്നാണ് ഇന്ന് ഈ ഭൂമിയിലുള്ള ഏകദേശം എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മനുഷ്യനും കുരങ്ങുകളും ഗോറിലകളും ഒക്കെ കുറെ പൊതുപൂർവികരിൽ നിന്ന്, അതിനെ അന്ന് കണ്ടാൽ കുരങ്ങിനെ പോലെ ഇരിക്കും. അത് തെറ്റിദ്ധരിച്ചിട്ടാണ് ചിലർ കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. അങ്ങനല്ല. അറ്റവും മൂലയും ഒക്കെ പഠിക്കുന്ന കുറെ മതമണ്ടന്മാർക്കാണ് ഈ അബദ്ധം പറ്റുന്നത്. പക്ഷെ ഇതിനും പുറകോട്ട് പോവുകയാണെങ്കിൽ ഒട്ടുമിക്ക ജീവജാലങ്ങളും എല്ലാം പല പൊതുപൂർവികരിലും ചെല്ലുന്നു. ഇങ്ങനെ ചെന്ന് നമ്മൾ ഏറ്റവും അവസാനം ചെല്ലുന്നത് ഇതുപോലെ വളരെ സൂക്ഷ്മ ജീവികളിലാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ആദ്യത്തെ ചില ജീവനുകളിൽ നിന്നാണ് ഇന്ന് ഈ ഭൂമിയിലുള്ള വൈവിധ്യങ്ങളുള്ള ഒരുപാട് ജീവജാലങ്ങൾ മനുഷ്യനും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതിന് കോടിക്കണക്കിന് വർഷങ്ങൾ സമയം എടുത്തിട്ടുണ്ട്. ഇനിയുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഒരു കാർട്ടൂൺ ഒരിക്കൽ കണ്ടതാണ്. ഒരു റോബോട്ടിനോട് വേറെ റോബോട്ട് പറയുകയാണ്, ഇതായിരുന്നു ആദ്യത്തെ പ്രൊസസ്സർ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യന്റെ ബ്രെയിൻ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു ജീവി വർഗം ഉണ്ടായിരുന്നു. ഇവര് ഇങ്ങനെ ചിന്തിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ രൂപം കൊടുത്തു. അങ്ങനെയാണ് നമ്മളൊക്കെ ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. മനുഷ്യൻ എന്നൊക്കെ പറയുന്നതിൻ്റെ കാലഘട്ടം ഇത് അപ്രസക്തമാകാൻ പോവുകയാണ്. നമ്മൾ ജന്മം കൊടുത്ത ഈ കമ്പ്യൂട്ടറുകളെന്ന് നമുക്ക് അങ്ങനെ പറയുന്നതിന് പ്രശ്നമുണ്ട്. എങ്കിൽ പോലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ബയോളജി അനുസരിച്ചിട്ടല്ലാതെ കൃത്രിമമായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കുകയും എന്നാൽ പിന്നീട് ഇനി ഇവരുടേത് തന്നെയായിരിക്കും ലോകം. നമ്മുടെ പല ലിമിറ്റേഷൻസും അവർക്കില്ല. ഇപ്പോൾ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റം, ഇതുപോലെയുള്ള കോടിക്കണക്കിന് സോളാർ സിസ്റ്റങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഗാലക്സി. ഇതുപോലെയുള്ള കോടിക്കണക്കിന് ഗാലക്സികളുമുണ്ട്. ഇപ്പോൾ ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഇത്രയും വലുതാണ്. ഈ ഒരൊറ്റ ഭൂമിയിൽ കിടന്നാണ് നമ്മൾ ഈ കളിക്കുന്നതൊക്കെ എങ്കിൽ ഇനി ഈ പറയുന്ന AI എല്ലാം ഡെവലപ്പ് ചെയ്ത് സ്വയം ചിന്തിക്കുന്ന ഇതുപോലെയുള്ള ജീവൻ എന്ന് പറയുന്ന ഒന്ന് അതിനപ്പോൾ ഉണ്ടാകും എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സ്വയം ചിന്തിക്കുന്നവരാണ്. ഇപ്പോൾ നമുക്കിതിന് AI എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള റോബോട്ടുകളൊക്കെ ഭാവിയിൽ ഗാലക്സികളിൽ നിന്ന് ഗാലക്സികളിലേക്കും അവർ വളരെ പെട്ടെന്നായിരിക്കും കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുക. ഇതിങ്ങനെ ഒറ്റ പറച്ചിലിന് പറയുമ്പോൾ മണ്ടത്തരമായിട്ട് തോന്നും. വിശാലമായിട്ട് പറയാനാണെങ്കിൽ കുറേ സമയം ഇരുന്ന് ഇങ്ങനെ പറയാനുള്ള ഒത്തിരി ഐഡിയകളുണ്ട് AI കുറിച്ച് പറയപ്പെടുന്നത്. അപ്പോൾ ഭാവിയിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിലും അല്ലെങ്കിൽ മറ്റ് ഗാലക്സികളിലെ സോളാർ സിസ്റ്റത്തിലും പോയി ഇരുന്നിട്ട് ഇവരെല്ലാം പല കോളനികളും അല്ലെങ്കിൽ അവിടെ ഓരോ കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം റോബോട്ടുകളെന്ന് നമുക്കിപ്പോൾ വേണമെങ്കിൽ പറയാം. അവരൊക്കെ ചിന്തിക്കും നമ്മളുടെ ഉത്ഭവം എങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ മനുഷ്യരെല്ലാം ഉണ്ടായത് പണ്ട് ഈ പൊതുപൂർവികൻ, അതിനും പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബാക്ടീരിയ പോലെയുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിനൊക്കെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെയുള്ള, അന്ന് അതിനെ AI ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവർ ചിന്തിക്കും ഇങ്ങനെ ഒരു ജീവിവർഗം ഭൂമിയിൽ പണ്ട് മനുഷ്യർ എന്ന് പറഞ്ഞുണ്ടായിരുന്നു, അവരാണ് ആദ്യം ഈ സംഭവം ഇങ്ങനെ ഉണ്ടാക്കുന്നത്, പിന്നീട് ഗാലക്സി മുഴുവനായിരിക്കുന്നു. എങ്ങനെയായിരിക്കും പിന്നീടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഉറപ്പാണ് 99.9% ഈ ഒരു രീതിയിലേക്കായിരിക്കും കഥ പോവുക. മനുഷ്യൻ്റെ കഥയല്ല, ഇനി ഈ ഭൂമിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ചിന്തിക്കുന്ന ശക്തി ഉണ്ടെങ്കിൽ ആ രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. ഒരു പക്ഷേ മനുഷ്യരുടെ ഒരു ദൗത്യവും അതായിരിക്കും. ദൗത്യം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഇതിന് പറഞ്ഞതാണ്, അല്ലാതെ ആരോ ഏൽപ്പിച്ച ദൗത്യം എന്നൊന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും ഇന്ന് വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് രീതികളിലേക്ക് നമ്മൾ പോയി. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.